Chapter 4 Principle of Mathematical Induction. Principal statement ആയ P of n പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ നമ്മളിത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 2n മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു n പ്ലസ് 1 ബൈ 3. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്നിരുന്നാലും ഇതേ ഒരേ ടൈപ്പുള്ള ഈ PMI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ടൈപ്പുള്ള ഒരേ പ്രൊസീജിയർ ഒരേപോലുള്ള 24 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് നമുക്ക് എക്സസൈസിലുണ്ട്. ഓരോന്ന് ചെയ്യുവാണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. സെയിം മെത്തേഡ് തന്നെ. ആദ്യം P of 1 ചെയ്യുക. P of 1 പ്രൂവ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് ലാസ്റ്റ് ടേമിൽ n-ന് 1 കൊടുക്കുക. 2 ഇൻറ്റു ഇപ്പോൾ ഇവിടെ പ്ലസ് വന്നാൽ ഈ ഫസ്റ്റ് ടേം തന്നെ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. മൾട്ടിപ്ലൈ വരുമ്പോൾ ഫസ്റ്റ് ടേം ഒന്നും അല്ല, ലാസ്റ്റ് ടേമിന് തന്നെ n-ന് 1 കൊടുത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ 2 ഇൻറ്റു 1 is 2. 2 minus 1 the whole square വരും. LHS that is 1 square which is equal to 1. right hand side എന്ന് പറയുന്നത് 1 into 2 minus 1 into 2 plus 1 by 3 which is equal to 1 into 3 by 3 which is equal to 1. Left side equal to right side. P of 1 is true. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് assume that P of k is true for some natural number k less than n. എന്നിട്ട് k കൊടുത്തുള്ള P of k എന്ന സ്റ്റേറ്റ്മെന്റും എഴുതി വെക്കാം. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് ജസ്റ്റ് n-ന് പകരം k കൊടുത്ത് എഴുതി. ഇനി നമുക്ക് P of k plus 1 ശരിയാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന്റെ ലെഫ്റ്റ് സൈഡ് എടുത്ത് നോക്കാം. LHS is equal to 1 square plus 3 square plus 5 square plus etc. ലാസ്റ്റ് ടേം 2n minus 1 the whole square ആണ് അല്ലെ. 2n minus 1 ആ n-ന് പകരം 2n minus 1 അതിന്റെ n-ന് പകരം മാത്രം നമ്മൾ എന്ത് കൊടുക്കുന്നു? k plus 1 കൊടുക്കുന്നു. that is 2 into k plus 1 minus 1 the whole square. 2n minus 1 ആ n-ന് പകരമാണ് k plus 1 കൊടുത്തിരിക്കുന്നത്. ഈക്വൽ ടു. അപ്പോൾ ഇനി അടുത്ത ടേം എന്ന് പറയുന്നത്, ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ട് മുന്നത്തെ ടേം എഴുതുകയാണ്. മുന്നത്തെ ടേം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. 2k minus 1 the whole square P of k യിലുള്ള ടേം ആയിരിക്കും. that is 1 square plus 3 square plus 5 square plus etc. ഈ എക്സെട്രയിൽ കിടക്കുന്ന ഒരു ടേമും കൂടി നമ്മൾ എഴുതുന്നു. ആ ടേം P of k യിലെ ലാസ്റ്റ് ടേം തന്നെയാണ്. 2k minus 1 the whole square. ഈ ഒരു ടേം, അതായത് P of k plus 1ന്റെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്ത് എഴുതണം. 2k plus 2 minus 1 that is 2k plus 2 minus 1 that is plus 1 the whole square. അപ്പോൾ ഇതിവിടെ ഈ ഒരു കേസിൽ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവിടം വരെയുള്ള സമ്മാണ് P of k എന്ന് പറയുന്നത്. അപ്പോൾ P of k ക്ക് പകരം നമുക്ക് ഈ റിസൾട്ട് എഴുതാം. that is k into 2k minus 1 into 2k plus 1 by 3 plus 2k plus 1 the whole square. ഇനി കോമൺ എടുക്കാൻ പറ്റുമോ നോക്കണം. കോമൺ എടുത്ത് കഴിഞ്ഞിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 2k plus 1 രണ്ടിടത്തും ഉണ്ട് അല്ലെ. 2k plus 1 the whole square ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 2k plus 1 ഉണ്ട്. അപ്പോൾ 2k plus 1 കോമൺ എടുക്കാം. k into 2k minus 1 by 3 plus 2k plus 1. ഓക്കെ, ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന കണക്ക് 2k plus 1 നമുക്ക് പുറത്തിട്ടേക്കാം. k into that is 2k square minus k മുകളിലത്തെ ടേം പ്ലസ് 3 into 2k plus 1 that is 6k plus 3 the whole divided by 3. ഇനി മുകളിലത്തെ ടേംസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. 2k plus 1 into 2k square plus 5k plus 3 divided by 3. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ആ ഇക്വേഷനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ നമുക്ക് നോക്കാം. 2k സ്ക്വയർ ഇതിന്റെ ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ 2നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം അല്ലേ, 2നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം ആ 6 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആയിട്ടും ഈ കെയുടെ കോഎഫിഷ്യന്റ് ആയ 5 എന്ന് പറയുന്നത് സം ആയിട്ടും വരുന്ന രണ്ട് നമ്പേഴ്സ്.
അതായത് രണ്ട് നമ്പേഴ്സ് എടുത്താൽ അതിന്റെ പ്രോഡക്റ്റ് 6ഉം സം 5ഉം ആയിട്ട് വരണം. അത് ഏതൊക്കെയാണ്? 3ഉം 2ഉം ആണ്. അപ്പൊ ആ 3ഉം 2ഉം വെച്ചിട്ട് ഈ ഒരു 5k നമുക്കങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. 2k² പ്ലസ് ഇതിന് 3k പ്ലസ് 2k എന്ന് എഴുതാം. അപ്പൊ ആദ്യം 2k എന്ന് എഴുതാം, കാര്യം ഇതിനകത്തുനിന്ന് കോമൺ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 2k പ്ലസ് 3k എന്ന് എഴുതണം, പ്ലസ് 3 ബൈ 3. ഫാക്ടറൈസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് ഇത്. അപ്പൊ ഒന്നും കൂടി ഒന്ന് പറയുന്നതേ ഉള്ളൂ. 2k പ്ലസ് 1 ഇൻറ്റു ഇതിനകത്തുനിന്ന് നമുക്ക് 2k ഇങ്ങനെ പുറത്തെടുക്കാം, ദാറ്റ് ഈസ് k പ്ലസ് 1 വരും. അതുപോലെ ഈ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് 3 പുറത്തെടുക്കാം, k പ്ലസ് 1 വരും ബൈ 3. 2k പ്ലസ് 1 ഇൻറ്റു ഈ രണ്ട് ടേംസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ട് ടേംസിലും k പ്ലസ് 1 ഉണ്ട്. k പ്ലസ് 1 നമുക്ക് കോമൺ എടുക്കുമ്പോൾ അകത്ത് വരുന്നത് 2k പ്ലസ് 3 ആണ് ബൈ 3. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് LHS ലെഫ്റ്റ് സൈഡ് കിട്ടി. ഇനി റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് ആരുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്? p ഓഫ് k പ്ലസ് 1ന്റെ റൈറ്റ് സൈഡ് ആണ് ചെയ്യുന്നത്. അപ്പം p ഓഫ് n-ന്റെ, അതായത് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 3 ആണ്. ഈ n-നാണ് എന്ത് കൊടുക്കുന്നത്? k പ്ലസ് 1 കൊടുക്കുന്നത്. ഈ ഓരോ n-നും k പ്ലസ് 1 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. k പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു k പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു 2 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 ബൈ 3 which is equal to k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 2 മൈനസ് 1, that is 2k പ്ലസ് 1. ഇത് 2k പ്ലസ് 2 പ്ലസ് 1, 2k പ്ലസ് 3 ബൈ 3 ബൈ 3. ഇത് തന്നെയല്ലേ നമുക്ക് LHS ആയിട്ട് കിട്ടിയത്? അതെ, ഇത് തന്നെയാണ് LHS ആയിട്ട് കിട്ടിയത്. സോ LHS is equal to RHS. P of k plus 1 is true. So by principle of mathematical induction, P of k plus 1 is true. P of n is true for every integer n. Every integer അല്ല, every natural number n. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 1 plus 2 plus 3 plus etc. plus n less than or equal to 1 by 8 into 2n plus 1 the whole square. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ലെസ് ദാൻ ആണ്. ലെസ് ദാൻ നമുക്ക് വരാം. ലെസ് ദാൻ ഈക്വൽ ടു മാത്രമല്ല, ലെസ് ദാൻ ഇതൊരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ്മെന്റ് ആണോ ഇല്ലയോ നോക്കിയാൽ മതി. p ഓഫ് n ഉൾപ്പെടുന്ന നാച്ചുറൽ നമ്പർ n ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ ഇല്ലയോ നോക്കിയാൽ മതി. അപ്പോൾ ഇസ് ഈക്വൽ ടു മാത്രമല്ല, ലെസ് ദാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെയുള്ള പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് തന്നെ നോക്കാം. p ഓഫ് 1. p ഓഫ് 1ന്റെ LHS എന്ന് പറയുന്നത് എത്രയാണ്? n ആണ്. സോറി, n അല്ല, n-ന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. 1 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡോ? റൈറ്റ് സൈഡ് ഇസ് ഈക്വൽ ടു 1 by 8 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു 1 by 8 ഇൻറ്റു 2 പ്ലസ് 1. 2 പ്ലസ് 1 is 3 square. 3 square. That is 9 by 8. 9 by 8 എന്ന് പറഞ്ഞാൽ 1 point something ആണ് അല്ലേ? 9 is equal to 1 point something. 1 point something ആ സംതിങ് നമുക്ക് കണ്ടുപിടിച്ചേക്കാം. 9 by 8 1 8 10.1820 1.16. 1.16. അപ്പൊ ഇനി എഴുതേണ്ടത് LHS is equal to RHS എന്നല്ല. ഇവിടെ ലെസ് ദാൻ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലെസ് ദാൻ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലെസ് ദാൻ right hand side. So p of 1 is true. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എന്ത് എഴുതാം? Assume that p of k is true for some natural number k less than n. p of k യുടെ സ്റ്റേറ്റ്മെന്റും എഴുതി വെക്കാം. അപ്പോൾ അത് എഴുതി കഴിഞ്ഞ ശേഷം p of k plus 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. p of k plus 1ന്റെ LHS is equal to എന്തായിരിക്കും? 1 plus 2 plus 3 plus etc. plus k. ആ k കൂടെ ചേർത്തങ്ങ് എഴുതാണ്. k plus k plus 1 അല്ലെ? ലാസ്റ്റ് ടേം k plus 1 ആണ്. മുന്നത്തെ ടേമും കൂടെ ചേർത്തങ്ങ് എഴുതി. രണ്ടാമത് രണ്ട് സ്റ്റെപ്പ് ഒഴിവാക്കി. is equal to. അപ്പം ഈ ഇത്രയും കാര്യം, ഈ k വരെയുള്ള കാര്യം ലെസ് ദാൻ 1 by 8 ഇൻറ്റു 2k plus 1 the whole square ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ലെസ് ദാൻ 1 by 8 ഇൻറ്റു 2k plus 1 the whole square പ്ലസ് ലാസ്റ്റ് ടേം k plus 1. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം.
ഇനി നമുക്ക് ഈക്വൽ ടു ഇടാവൂ, കാര്യം തൊട്ട് മുന്നത്തെ ടേമുമായിട്ട് ഈക്വൽ ആണ്. അതായത് ഇത് ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പുമായിട്ട് ലെസ് ദാൻ ആണ്. ഇനി ഈക്വൽ ടു ഇട്ട് എഴുതിയാൽ മതി. ലാസ്റ്റ് എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ലെസ് ദാൻ ലാസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ് വേണം എഴുതാൻ. അപ്പോൾ 1/8 ഇൻറ്റു ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 4k² പ്ലസ് 4k പ്ലസ് 1 അല്ലേ, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടി, which is plus k plus 1. നമുക്കിനി ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന കണക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു ഈ 8നെ ഇപ്പുറത്തോട്ട് കൂടെ ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8 അപ്പം കോമൺ ആയിട്ട് ഡിനോമിനേറ്ററിൽ വരും. മുകളിൽ 4k² പ്ലസ് 4k പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 8 ഇൻറ്റു k പ്ലസ് 1, ദാറ്റ് ഈസ് 8k പ്ലസ് 8, വിച്ച് ഇസ് ഈക്വൽ ടു 4k² പ്ലസ് 4ഉം 8ഉം കൂടി 12k പ്ലസ് 9 അല്ലേ. ഓക്കെ, അപ്പോൾ ബൈ 8 കൂടെ ഉണ്ട്. ഈ മുകളിൽ കിടക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തിൻ്റെ ദ ഹോൾ സ്ക്വയർ ആണ്? 2k പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ആണ്. ശരിയാണോ നോക്കാം. 2k 4k² പ്ലസ് 2ab 2 ഇൻറ്റു 2k ഇൻറ്റു 3 12k പ്ലസ് 3² ഇസ് 9. 2k പ്ലസ് 3² ദ ഹോൾ സ്ക്വയർ ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ 1/8 ഇൻറ്റു 2k പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മുടെ LHS വന്നിരിക്കുന്നത്, LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് വിച്ച് ഇസ് ദ ലെസ് ദാൻ, ഈ ഒരു ടേമിൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 2k പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ബൈ 8 ആണ്. ഇനി അതിന്റെ p ഓഫ് k പ്ലസ് 1 കൂടി നോക്കാം. p ഓഫ് k പ്ലസ് 1ന്റെ ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ നോക്കിയത്, റൈറ്റ് സൈഡും കൂടി നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റിന്റെ റൈറ്റ് സൈഡിൽ 1/8 ഇൻറ്റു 2n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ k പ്ലസ് 1 കൊടുത്ത് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു 2k അല്ലേ, ആ എന്നിന് പകരം മാത്രമാണ് k പ്ലസ് 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ, which is equal to 1/8 into 2k plus 2 plus 1 the whole square, which is equal to 1/8 into 2k plus 3 the whole square. അപ്പോൾ അത് കറക്റ്റ് ആണ്. അപ്പം നമുക്ക് LHS ചെയ്ത് വന്നപ്പോഴേ കിട്ടിയത് എന്താണ്? ഇങ്ങനെയാണ് കിട്ടിയത്. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് k പ്ലസ് 1 is less than 1/8 into 2k plus 3 the whole square. അപ്പോൾ ഈ ഒരു p ഓഫ് k പ്ലസ് 1ന്റെ കിട്ടേണ്ട LHSഉം RHSഉം അവിടെ ഈ ലെസ് ദാൻ എന്ന സിമ്പൽ വെച്ച് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്ത് പറയാം? p ഓഫ് k പ്ലസ് 1 ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ k. p ഓഫ് k പ്ലസ് 1 ട്രൂ ആയതുകൊണ്ട് p ഓഫ് n ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ n ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അടുത്ത പ്രിൻസിപ്പൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 5 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ എന്നിന് ഏത് വാല്യൂ കൊടുത്താലും ഈ 3 കാര്യങ്ങളും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. അതാണ് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രൂവ് ചെയ്യണം. അത് p ഓഫ് 1 ആദ്യം നോക്കാം. p ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? n-ന്റെ 1 കൊടുക്കാം. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 5 എത്ര നമ്പർ കിട്ടുന്നത്? 1 ഇൻറ്റു 2 into 6 is equal to 12. 12 is a multiple of 3 ആണ് അല്ലേ? 12 is a multiple of 3. അപ്പോൾ p of 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. p of 1 is true. Assume that p of k is true for some natural number k less than n. This k into k plus 1 into k plus 5 is a multiple of 3. നമുക്ക് p of k plus 1 എഴുതി നോക്കാം. p of k plus 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒന്നും ഇല്ല. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ k ഓഫ് k പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്നിന് എന്ത് കൊടുക്കണം? k പ്ലസ് 1 കൊടുക്കണം. ദാറ്റ് ഇസ് k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു അല്ലെ k പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഇസ് k പ്ലസ് 2. ഇത് k പ്ലസ് 1 പ്ലസ് 5 k പ്ലസ് 6. ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് p ഓഫ് k പ്ലസ് 1 എന്ന സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്തത് p ഓഫ് k പ്ലസ് 1 ചെയ്യുമ്പോൾ p ഓഫ് kയുടെ സഹായം തേടും അല്ലെ? p ഓഫ് k വെച്ചിട്ടാണ് p ഓഫ് k പ്ലസ് 1 നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെ p ഓഫ് k എന്താണെന്ന് ഒന്ന് നോക്കാം. k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 5 ആണ്. അപ്പോൾ ഇതേ മെത്തേഡിലൊന്ന് നമുക്ക് ഇതിനെ ഒന്ന്
മാറ്റിയെടുക്കണം. അതായത് k ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 5 എന്ന മെത്തേഡിൽ ഈ ഒരു ടേം വരണം. അപ്പോൾ ഈ k പ്ലസ് 1 ഇവിടെ ഉണ്ട്, ഒരു k പ്ലസ് 1 ഉണ്ട്. ഇനി എന്തൊക്കെ ടേംസ് വേണം? kയും വേണം, k പ്ലസ് 5ഉം വേണം. ആദ്യം നമുക്ക് ഈ kയെ കൊണ്ടുവരാൻ നോക്കാം. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ടേം k പ്ലസ് 2 എന്നുള്ള ടേം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ kയുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, k പ്ലസ് 2 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഈ k വെച്ച് നമുക്ക് ഈ രണ്ട് ടേംസിനെ ഒന്ന് ഗുണിച്ചെഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു k ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 6 പ്ലസ്, ഇപ്പം ചെയ്ത എന്താണ്, ഈ k എടുത്തിട്ട് ഈ രണ്ട് ടേമിനെയും ഗുണിച്ചു, പ്ലസ് 2 എടുത്തിട്ട് ഈ രണ്ട് ടേംസിനെയും ഗുണിക്കുന്നു, പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 6. ഒന്നുകൂടി പറയാം, അവിടെ ചെയ്തത് ആ k പ്ലസ് 2 എന്ന ടേം, അതായത് ഈ രണ്ടാമത്തെ ടേം ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ രണ്ടാമത്തെ ടേം ഒന്ന് രണ്ടാക്കി എടുത്തു, സ്പ്ലിറ്റ് ചെയ്തു, kയും 2ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് k വെച്ച് ഗുണിച്ചു, പ്ലസ് 2 വെച്ചും ഗുണിച്ചു. ആരെ ഗുണിച്ചു? k പ്ലസ് 1നെയും k പ്ലസ് 6നെയും മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ക്ലിയർ. ഇതിന് എന്താണ് നമ്മുടെ എയിം? എന്താണ്? നമുക്ക് ഈ ബോക്സ് കിടക്കുന്ന ഒരു ടേമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണിത്. അപ്പൊ ഈ kയും k പ്ലസ് 1ഉം ഇവിടെ ഓക്കെ ആയി. ഇനി എന്തും കൂടിയാണ് വേണ്ടത്? k പ്ലസ് 5 വേണം. k പ്ലസ് 5 വേണമെങ്കിൽ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. k പ്ലസ് 6നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? k പ്ലസ് 5 ആയിട്ടും പ്ലസ് 1 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത അതേ രീതിയിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. That is k into k plus 1 into k plus 5 അല്ലെ. k plus 5നെ ഈ രണ്ട് ടേം വെച്ച് ഗുണിച്ചു, പ്ലസ് 1 into k into k plus 1. ഓക്കെ. അപ്പോൾ ഈ ലാസ്റ്റ് ടേം അതേപോലെ തന്നെ 2 into k plus 1 into k plus 6. അപ്പൊ നമുക്ക് ഇവിടെ ഈ പി ഓഫ് കെയുടെ അതേ ടേം കിട്ടിയില്ലേ? k ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 5 കിട്ടി. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഈ ഒരു ടേം മൂന്നെണ്ണം ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. m3 എന്നിട്ടാ മതി. ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് പറയാം. ബാക്കിയുള്ളത് രണ്ട് ടേമാണ്. രണ്ട് ടേമിനകത്ത് എന്ത് കോമൺ ഉണ്ട്? k പ്ലസ് 1 കോമൺ ഉണ്ട്. ആ k പ്ലസ് 1 നമുക്ക് ഇനി പുറത്തെടുക്കാം. k പ്ലസ് 1 പുറത്തെടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിൽ kയും വരും, ആ രണ്ടാമത്തെ ടേമിൽ 2 ഇൻറ്റു k പ്ലസ് 6ഉം വരും. ഓക്കെ അല്ലേ? ശരിയാണ്. എന്നിട്ട് അടുത്ത ടേമിൽ എഴുതാം, അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് k പ്ലസ് 1 ഇൻറ്റു, ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം, k പ്ലസ് 2k പ്ലസ് 12 which is equal to multiple of 3 plus k plus 1 into 3k plus 12 which is equal to multiple of 3 plus k plus 1 into ഈ ഒരു ടേമിൽ നിന്ന് 3 കോമൺ എടുക്കാം. 3 കോമൺ എടുക്കുമ്പോൾ k plus 4 വരും. അടുത്ത ടേമിൽ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് ഈ ഒരു ടേമും മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? ഇതും മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നില്ലേ? അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ രണ്ട് മൾട്ടിപ്പിൾ ഓഫ് 3യുടെ ആഡ് ചെയ്യുന്നത് സം എന്ന് പറയുന്നത് അത് വീണ്ടും എന്തായിരിക്കും? ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. അപ്പൊ നമുക്ക് എവിടുന്ന ചെയ്ത് വന്നത്? k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് കിട്ടി. k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. p of k plus 1 ട്രൂ ആണെന്ന് തെളിഞ്ഞു അല്ലെ? മൾട്ടിപ്പിൾ ഓഫ് 3 p of k plus 1 is true, so p of n is true for every natural number. ഇപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മുടെ പി ഓഫ് കെയിൽ ഒരു നോക്കണം. പി ഓഫ് കെയുടെ അതേപോലെ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 കൊണ്ടുവരാൻ നോക്കുക. ഇവിടെ ചെയ്തത് ഈ ഒരു നമുക്ക് എഴുതിയപ്പോൾ കെ പ്ലസ് 1 കെ പ്ലസ് 2 കെ പ്ലസ് 6 എന്നാണ് കിട്ടിയത്. ഈ ഒരു എണ്ണത്തിലേക്ക് കൊണ്ടുവരാൻ, അതായത് കെ പ്ലസ് 1 ഓൾറെഡി അവിടെ ഉണ്ട്, അതിനെ ഒന്നും ചെയ്തില്ല, അവിടെ മാറ്റിയിട്ടു. ഈ കെ കിട്ടാൻ വേണ്ടിയിട്ട് കെ പ്ലസ് 2വിൽ നിന്ന് കെ വെച്ച് സെപ്പറേറ്റ് ചെയ്തു, 2 വെച്ച് സെപ്പറേറ്റ് ചെയ്തു. പിന്നെ വീണ്ടും അപ്പം നമുക്ക് ഇവിടെ ഈ രണ്ട് ടേംസ് റെഡിയായി. k ഇൻറ്റു കെ പ്ലസ് 1 ശരിയായി. അപ്പോൾ k പ്ലസ് 5ഉം കൂടെ വരുത്താൻ വേണ്ടിയിട്ട് ആ k പ്ലസ് 6നെയാണ് സ്പ്ലിറ്റ് ചെയ്തത്, k പ്ലസ് 5ഉം k 1ഉം. എന്നിട്ട് ബാക്കിയുള്ള ടേംസിന് അതിൽ നിന്ന് കോമൺ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് രണ്ട് മൾട്ടിപ്പിൾ ഓഫ് 3 വന്നു. ആ മൾട്ടിപ്പിൾ ഓഫ് 3യുടെ അഡിഷനും മൾട്ടിപ്പിൾ ഓഫ് 3 ആയതുകൊണ്ട് p of k plus 1 മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടി. സോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ p of n is true for every natural number
n. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ് 10 raised to 2n minus 1 plus 1 is divisible by 11. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ സിമ്പിളും ആണ്. അപ്പം നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ 10 raised to 2n minus 1 plus 1 അതാണ് P of n എന്ന് പറഞ്ഞാൽ ഇത് divisible by 11 ആയിരിക്കും. അപ്പോൾ n നമുക്ക് 1 കൊടുക്കാം. P of 1ന്റെ വാല്യൂ നോക്കാം. P of 1ന്റെ വാല്യൂ എത്ര കിട്ടും? 10 raised to 2 into 1 minus 1 plus 1. That is 10 square 10 raised to 2 minus 1 plus 1. That is 10 raised to 2 minus 1 is 10 raised to 1 plus 1. That is 10 plus 1 which is equal to 11 is divisible by 11. 11 വന്നു, അത് divisible by 11 ആയിരിക്കും. So P of 1 is true. Assume that P of k is true for some natural number k less than n. P of k യുടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചു. That is 10 raised to 2k minus 1 plus 1 is divisible by 11. ഇനി നമുക്ക് P of k plus 1 ആണ് നോക്കേണ്ടത് അല്ലേ. P of k plus 1ന്റെ സ്റ്റേറ്റ്മെന്റ് എന്ത് വരും? ആ ഒരു ടേം എന്ന് പറയുന്നത് P of 10 raised to 2 into k plus 1 minus 1 plus 1 അല്ലേ. ആ മേളിലെ എന്നിന് പകരമാണ് k plus 1 കൊടുക്കുന്നത്. 2 into 2n minus 1 അതിന് പകരം k plus 1 കൊടുത്തു. 2 into k plus 1 minus 1 plus 1. ഈ ഒരു ടേം നമുക്ക് divisible by 11 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിനെ P of k യിലേക്ക് കൊണ്ടുവരണം. P of k ഇവിടെ കിടപ്പുണ്ട്, ഈ ഒരു ടേമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2k plus 2 minus 1 plus 1. അപ്പോൾ ഈ P of k യിൽ എന്തൊക്കെ ടേംസ് ഉണ്ട് ആ പവറിനകത്ത്? 2k ഉണ്ട്, മൈനസ് 1 ഉണ്ട്. ഇവിടെ 2k ഉണ്ട്, മൈനസ് 1 ഉണ്ട്. എക്സ്ട്രാ ഉള്ളത് ഒരു +2 ആണ്. ആ +2നെ നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. ദാറ്റ് ഈസ് 2k മൈനസ് 1 നമുക്ക് വേണം P of k യിൽ ഉള്ളത് കൊണ്ട്. എന്നിട്ട് ആ +2നെ ഒന്ന് മാറ്റി എഴുതുക. 10 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. പവർ എന്ന് പറയുമ്പോൾ ഇൻറ്റു അല്ലെ a raised to m പ്ലസ് n എന്ന് പറയുന്നത് a raised to m ഇൻറ്റു a raised to n ആണ്. ഇതൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പം നമുക്കിതിനെ n-നെ ഒന്ന് മാറ്റി എഴുതണമെങ്കിൽ ഇൻറ്റു a raised to n എന്ന് എഴുതണം. അപ്പം +2നെ ഒന്ന് മാറ്റി എഴുതണമെങ്കിൽ ഇൻറ്റു 10 സ്ക്വയർ എന്ന് എഴുതണം. ദാറ്റ് ഈസ് +1. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്ന് പറ്റിയില്ല. അപ്പം ഈ ഒരു ഫോമിലേക്ക് വേണം, P of k എന്ന ഫോമിലേക്ക് വേണം കൊണ്ടുവരാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to 2k minus 1. ഈ 10 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് അല്ലെ. 100 plus 1. ആ 100നെ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്താം. അതായത് divisible by 11 എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 100നെ നമുക്ക് 99 plus 1 എന്ന് എഴുതാം. പ്ലസ് 1. ഇനി 99 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഏതാ ഈ ഒരു 10 raised to 2k minus 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ, 99 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 10 raised to 2k minus 1 into 99 plus 10 raised to 2k minus 1 plus 1. ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് P of k അല്ലേ. P of k ആണ്. അപ്പം ഇത് ഈ ഒരു ടേം, ഈ ഒരു രണ്ട് ടേംസിന്റെ സം, അതായത് P of 10 raised to 2k minus 1 plus 1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് divisible by 11 ആണ്. which is equal to 10 raised to 2k minus 1 into 99 plus ഇത് divisible by 11 എന്ന് എഴുതാം. ഈ ഒരു ഭാഗം divisible by 11, d of 11 എന്ന് എഴുതിയാലും മതി. പക്ഷേ ഈ ഒരു ടേം നമുക്ക് കാണുമ്പോഴേ അറിയാം 99 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അവിടെയും എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ divisible by 11 plus divisible by 11. രണ്ട് ടേംസിന്റെ divisible by 11ന്റെ രണ്ട് ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു divisible by 11 ആയിരിക്കും. അപ്പൊ നമ്മൾ P of k plus 1 ആണ് ചെയ്തുകൊണ്ട് വന്നത്. P of k plus 1 എന്ന് പറയുന്നത് 10 raised to 2k plus 2 minus 1, അതായത് 2k plus 1 plus 1 is divisible by 11 എന്ന് കിട്ടി. P of k plus 1 ശരിയാണെന്ന് കിട്ടി. P of k plus 1 is true. So by principle of mathematical induction, P of n is true for every natural number n. അപ്പൊ നമുക്ക് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം P of k യിലേക്ക് ആ ഒരു ഫോമാറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പൊ P of k എന്ന സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ശരിയാണെന്ന് തൊട്ട് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കൊണ്ടുവരിക P of k plus 1 എന്നിട്ട്. അങ്ങനെയാണ് ഇത് എഴുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. x raised to 2n minus y raised to 2n is divisible by x plus y.
അപ്പോൾ നമ്മൾ ഇതുപോലെ എന്നെ ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അപ്പോൾ അതിനകത്ത് വേരിയബിൾസ് എക്സും വൈയും വന്നിരിക്കുന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ചെയ്യണം. പി ഓഫ് വൺ ആദ്യം കണ്ടുപിടിക്കണം. പി ഓഫ് വണ്ണിന്റെ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എക്സ് റേസ് ടു 2 മൈനസ് അല്ലെ 2 into 1 is 2, y raised to 2 into 1 is also 2. എക്സ് റേസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ടേം, അതായത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണ് അല്ലെ. കാര്യം എന്താണ്? ഇതിനകത്ത് എക്സ് പ്ലസ് വൈ എന്ന ടേം ഉണ്ട്. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ എക്സ് പ്ലസ് വൈ വെച്ച് ഇത് ഡിവിസിബിൾ ആകും എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന ടേം. അപ്പൊ പി ഓഫ് വണ് ശരിയാണ്. അപ്പൊ പി ഓഫ് വൺ ഈസ് ട്രൂ. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ സം നാച്ചുറൽ നമ്പർ കെ ലെസ് ദാൻ എൻ. പി ഓഫ് കെ ശരിയായത് കൊണ്ട് പി ഓഫ് കെയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതാൻ പറ്റി. എക്സ് റേസ് ടു 2k മൈനസ് വൈ റേസ് ടു 2k ഇസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. ഇനി അടുത്തത് പി ഓഫ് കെ പ്ലസ് വൺ ആണ്. പി ഓഫ് കെ പ്ലസ് വൺ എഴുതുമ്പോൾ നമുക്ക് ആ കെ എന്നിന് പകരം കെ പ്ലസ് വൺ കൊടുക്കണം. എക്സ് റേസ് ടു 2 ഇൻറ്റു കെ പ്ലസ് വൺ മൈനസ് വൈ റേസ് ടു 2 ഇൻറ്റു കെ പ്ലസ് വൺ. ഇതാണ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമുക്ക് ഈ ഒരു പി ഓഫ് കെ പ്ലസ് വണ്ണിനെ പി ഓഫ് കെ എന്ന ടേമിലേക്ക് കൊണ്ടുവരിക എന്നാണ് മീനിങ്. എക്സ് റേസ് ടു 2k പ്ലസ് 2 മൈനസ് വൈ റേസ് ടു 2k പ്ലസ് 2. എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഈ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ 2k മാത്രം മതി അല്ലെ. പി ഓഫ് കെ എന്ന് പറയുന്നതിനകത്ത് 2k എന്ന പവർ ടേം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു പ്ലസ് 2 കൂടി കിടപ്പുണ്ട്. അപ്പൊ അതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നത് എങ്ങനെയാണ്? 2k ഇൻറ്റു എക്സ് റേസ് ടു 2 അല്ലെ, ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. മൈനസ് ഇവിടെ ഇതുപോലെ വൈ റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ. അപ്പൊ നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും ഈ പി ഓഫ് കെയുടെ ടേമിലേക്ക് വന്നില്ല. പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 2k മൈനസ് വൈ റേസ് ടു 2k എന്നുള്ളതാണ്. അപ്പൊ പി ഓഫ് കെയിലേക്ക് ആ ഒരു ടേം അല്ല, അതിന്റെ കൂടെ ഒരു കാര്യങ്ങളൂടെ കിടപ്പുണ്ട്. ഇവിടെ ഒരിടത്ത് എക്സ് സ്ക്വയർ ആണ്, ഒരിടത്ത് വൈ സ്ക്വയർ ആണ്. നമുക്ക് കോമൺ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയും എക്സ് സ്ക്വയർ ആയിരുന്നു എങ്കിൽ നമുക്കത് കോമൺ മാറ്റി ഈ എക്സ് റേസ് ടു 2k മൈനസ് വൈ റേസ് ടു 2k എന്ന ഈ ടേം കൊണ്ടുവരാമായിരുന്നു. പക്ഷേ അങ്ങനെ അല്ല. അപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെ ആക്കിയെടുക്കുന്നു. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 2k ഇൻറ്റു എക്സ് സ്ക്വയർ അവിടെ കിടക്കുന്നു. നമ്മൾ പറഞ്ഞു വൈ റേസ് ടു 2kയുടെ കൂടെ എക്സ് സ്ക്വയർ ആയിരുന്നുവെങ്കിൽ, ഓക്കെ, ആയിരുന്നുവെങ്കിൽ നമുക്ക് ഈ എക്സ് സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ എക്സ് റേസ് ടു 2k മൈനസ് വൈ റേസ് ടു 2k ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഈ ഒരു ടേം നമ്മൾ എക്സ്ട്രാ കൊടുത്തതാണ്. ഇങ്ങനൊരു ടേം ആ മുകളിലത്തെ സ്റ്റെപ്പിൽ ഇല്ല. അപ്പൊ എക്സ്ട്രാ കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാ? മാത്സിലെല്ലാം ഈക്വലൈസ് ചെയ്ത് പോകണം അല്ലെ. അപ്പൊ മുമ്പത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല, നമ്മളൊരു എക്സ്ട്രാ ഒരു ടേം മൈനസ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതേ ടേം തന്നെ പ്ലസ് ചെയ്ത് കൊടുത്താൽ ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ. ഓക്കെ, വൈ റേസ് ടു 2k ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന ടേം അവിടെ ഇട്ട് കൊടുത്തതാണ് നമ്മൾ. കാര്യത്തിന് എന്തിനാ ഇട്ട് കൊടുത്തത്? എക്സ് സ്ക്വയറിങ് പുറത്തെടുത്ത് മാറ്റാൻ. അപ്പൊ അതുകൊണ്ട് എക്സ് സ്ക്വയർ പുറത്തെടുക്കുന്ന ആവശ്യത്തിന് വേണ്ടി അത് കൊടുത്തപ്പോൾ അതിന് വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മൈനസ് വാല്യൂ ആണ് അവിടെ എഴുതിയത്. അതുകൊണ്ട് പ്ലസ് വാല്യൂ ഇവിടെ കൊടുത്തു. അതേ ടേം തന്നെ പ്ലസ് വാല്യൂ കൊടുത്തു. ആക്ച്വലി ഇത് ക്യാൻസൽ ആയി പോകും. എന്നിട്ട് ലാസ്റ്റ് ടേം അവിടെ ഉണ്ട്, വൈ റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ. ഈ ഒരു ടേമിനെ കളഞ്ഞില്ല. അപ്പം ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ ഒരു ടേം ഇവിടെ എഴുതി, എന്നിട്ട് എക്സ് സ്ക്വയർ കോമൺ എടുത്ത് ഈ ഒരു ടേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ കൊടുത്തു, വൈ റേസ് ടു 2k എഴുതി. ആ വാല്യൂന് വ്യത്യാസം വരാതിരിക്കാൻ സെയിം ടേം പ്ലസിന്റെ എഴുതി, എന്നിട്ട് ഈ ലാസ്റ്റ് ടേം വൈ റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ എഴുതി. ഇനി നമുക്ക് നമ്മുടെ ഉദ്ദേശം നടക്കാം. അതായത് എക്സ് സ്ക്വയർ ഇങ്ങനെ പുറത്തെടുക്കണം. എക്സ് സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ എക്സ് റേസ് ടു 2k മൈനസ് വൈ റേസ് ടു 2k പി ഓഫ് കെയിലേക്ക് കൊണ്ടുവന്നു. ഇനി പ്ലസ് ഈ രണ്ട് ടേം ആണുള്ളത്. ഈ രണ്ട് ടേമിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? വൈ റേസ് ടു 2k കോമൺ എടുക്കാം അല്ലെ. വൈ റേസ് ടു 2k കോമൺ എടുക്കുമ്പോൾ അകത്ത് വരുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോ ഇത് പി ഓഫ് കെ ആണ്. പി ഓഫ് കെ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ അല്ലെ. ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണ്. അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ എന്ന വേർഡ്സ് തന്നെ എഴുതാം. പ്ലസ് വൈ റേസ് ടു 2k ഇൻറ്റു, ഇത് നമ്മൾ ഫസ്റ്റ് പി ഓഫ് 1 എഴുതിയപ്പോൾ എഴുതിയ കാര്യമാണ്, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഫാക്ടറൈസ് ചെയ്യാം. അവിടെ ഉണ്ടല്ലോ ഒരു എക്സ് പ്ലസ് വൈ. അപ്പം ഇത് ഡിവിസിബിൾ ബൈ
എക്സ് പ്ലസ് വൈ ആണ് ആ ഫസ്റ്റ് ടേം പി ഓഫ് കെ ആയതുകൊണ്ട് പ്ലസ് ഈ രണ്ടാമത്തെ ടേമിൽ എക്സ് പ്ലസ് വൈ ഉള്ളത് കൊണ്ട് അതും ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ വീണ്ടും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞു തുടങ്ങിയ എക്സ് റേസ് ടു 2k പ്ലസ് 1 മൈനസ് വൈ റേസ് ടു 2k പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. So P of n is true for every natural number n by principle of mathematical induction. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8. അപ്പോൾ ഇവിടെ നമുക്ക് P of 1 വെച്ച് ചെയ്ത് തുടങ്ങാം. P of 1ൽ n-ന് 1 കൊടുക്കാം. 3 into 2 into 1 2 plus 2 minus 8 into 1 8 minus 9. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 raised to 4 minus 17. which is equal to 64. അതായത് 81 minus 70 which is equal to 64 is divisible by അല്ലെ, നമുക്കറിയാം 64 എന്ന് പറയുന്നത് divisible by 8 ആണ്. അപ്പോൾ P of 1 ശരിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ എഴുതാം. assume that P of k is true for some natural number k less than n. P of k യുടെ സ്റ്റേറ്റ്മെന്റും എഴുതി വെക്കാം. അതും കഴിഞ്ഞതിന് ശേഷം P of k plus 1 എൻ്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. P of k plus 1 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 3 raised to 2 into k plus 1 plus 2 അല്ലെ, ഇതിന് പകരം മാത്രം നമുക്ക് k plus 1 കൊടുക്കണം. മൈനസ് 8 into k plus 1 മൈനസ് 9. അതെന്ന് പറയുന്നത് ഇതും ഡിവിസിബിൾ ബൈ 8 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് P of kയിലേക്ക് കൊണ്ടുവരണം. P of kയിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ഇവിടെ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3 raised to 2k plus 2 plus 2 വരും. മൈനസ് 8k മൈനസ് 8 മൈനസ് 9 വരും. ഓക്കെ, പിന്നെ ഇത് ആവശ്യമുള്ള, അതായത് P of kയിൽ ഉള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. മൈനസ് 8kയും മൈനസ് 9നെയും നമുക്ക് എടുക്കാം. അതുപോലെ 2k പ്ലസ് 2നെ എടുക്കാം. ഒരു സ്ക്വയർ ഉണ്ട്, അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആദ്യം 2k പ്ലസ് 2 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 8k മൈനസ് 9 മൈനസ് 8. നമുക്ക് വേണ്ടാത്ത ഈ മൈനസ് 8നെ ഒന്ന് ബാലൻസ് ചെയ്ത് മാറ്റി എഴുതാം, ലാസ്റ്റ് എഴുതാം. ഇതിലൂടെ ആഡ് ചെയ്ത് എഴുതാം, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിനെ P of kയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഈ 3 സ്ക്വയർ ഒഴിച്ച് ബാക്കിയെല്ലാം 3 സ്ക്വയർ ഇങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് P of k പോലെ കിട്ടിയേനെ അല്ലേ. അപ്പോൾ നേരത്തെ തൊട്ട് മുന്നത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ചെയ്ത പരിപാടി, ഇവിടെയും 3 സ്ക്വയർ കൊടുക്കുക, ഇവിടെയും 3 സ്ക്വയർ കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ കോമൺ എടുക്കാം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്? 3 raised to 2k plus 2 into 3 square minus 8k into 3 square minus 9 into 3 square. പിന്നെ ടേംസ് ഉണ്ട് എഴുതാൻ. അപ്പോൾ ഇതിനകത്തൊന്ന് നോക്കുക. 3 സ്ക്വയർ ഇനി കോമൺ എടുക്കുമ്പോൾ നമ്മുടെ P of k കിട്ടുന്നില്ലേ? 3 സ്ക്വയർ ഇനി കോമൺ എടുക്കുമ്പോൾ P of k കിട്ടുന്നു. അപ്പോൾ ഈ നമ്മൾ എക്സ്ട്രാ കൊടുത്ത ടേംസ് ഏതൊക്കെയാണത്? ഇത് രണ്ടെണ്ണം എക്സ്ട്രാ കൊടുത്ത, അങ്ങനെ ഒരു ടേം ആ മുന്നത്തെ സ്റ്റെപ്പിലില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനെല്ലാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലസ് ഇട്ടും കൂടി ആൾക്കാരെ കൊടുക്കുക. പ്ലസ് മൈനസ് 8k into 3 സ്ക്വയറിന് പകരം നമ്മൾ എഴുതി പ്ലസ് 8k into 3 സ്ക്വയർ. മൈനസ് 9 into 3 സ്ക്വയറിന് പകരം എഴുതി പ്ലസ് 9 into 3 സ്ക്വയർ. ഓക്കെ, അപ്പൊ അങ്ങനെ കാര്യങ്ങൾ എഴുതി. ഇനി എഴുതാനുണ്ട്. ഇനിയും 2 ടേംസും കൂടി ഉണ്ട് അല്ലെ. എന്തൊക്കെയാ 2 ടേംസ്? മൈനസ് 2 ടേംസ് അല്ല, 3 ടേംസോളം ഉണ്ട്. മൈനസ് 8k മൈനസ് 9 മൈനസ് 8. ഇത്രയും കാര്യങ്ങൾ എഴുതാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 4 ടേംസ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഈ 3 ടേം, ഫസ്റ്റ് കാണുന്ന 3 ടേമിൽ നിന്ന് എന്ത് കോമൺ എടുക്കണം? 3 സ്ക്വയർ കോമൺ എടുക്കണം. 3 raised to 2k plus 2 മൈനസ് 8k മൈനസ് 9. ഈ ഒരു വലിയ ബ്രാക്കറ്റ് കിട്ടിയത് P of k ആണ്. നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഡിവിസിബിൾ ബൈ 8 എന്ന് പറയാം. പ്ലസ് ഇനിയുള്ളത് 9 into 8 അല്ലെ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 8s are 72. 72k പ്ലസ് 9 9s are 81 മൈനസ് 8k മൈനസ് 17. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് 3 സ്ക്വയർ ഇൻറ്റു P of k ആണ്. അത് ഡിവിസിബിൾ ബൈ 8 ആണ്. 3 സ്ക്വയർ ഇൻറ്റു മൾട്ടിപ്പിൾ ഓഫ് ടേം വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 8. പ്ലസ് ഈ k ഒന്ന് മൈനസ് ചെയ്തേ. 72 മൈനസ് 8ന്റെ വാല്യൂ എന്ന് പറയുന്നത് 64k. അതുപോലെ 81 മൈനസ് 17ഉം പ്ലസ് 64.
അപ്പോൾ ഈ ഒരു ടേമും ഡിവിസിബിൾ ബൈ 8 കിട്ടി, ഈ ഒരു ടേമും ഡിവിസിബിൾ ബൈ 8 കിട്ടി. അപ്പോൾ 3 ടേംസ് നമുക്ക് ഡിവിസിബിൾ ബൈ 8 കിട്ടിയിരിക്കുകയാണ്. ഡിവിസിബിൾ ബൈ 8 പ്ലസ് 64k എന്ന് പറഞ്ഞാൽ അതും ഡിവിസിബിൾ ബൈ 8 which is also divisible by 8. അപ്പോൾ 3 ടേം ഡിവിസിബിൾ ബൈ 8 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടോട്ടലായിട്ട് ഡിവിസിബിൾ ബൈ, ഇവിടെ ഈ 3 സ്ക്വയർ എഴുതണ്ട, ഇത് ഒരുമിച്ച് നമുക്ക് ഡിവിസിബിൾ ബൈ 8 എന്ന് എഴുതാം. ഡിവിസിബിൾ ബൈ 8 എന്ന് 3 ടേംസിന്റെയും കൂടി ആഡ് ചെയ്തും എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടി പി ഓഫ് കെ പ്ലസ് 1 ആയ 3 ഇൻറ്റു 3 റേസ് ടു 2 ഓഫ് കെ പ്ലസ് 1 പ്ലസ് 2 മൈനസ് 8 ഓഫ് കെ പ്ലസ് 1 മൈനസ് 9. അത് പി ഓഫ് കെ പ്ലസ് 1 എഴുതിയത് അത് ഡിവിസിബിൾ ബൈ 8 ആണെന്ന് പ്രൂവ് ചെയ്തു. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ we can say that p of n is true for every natural number n. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 41 raised to n minus 14 raised to n is a multiple of 27. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം പി ഓഫ് 1 വെച്ച് തന്നെ ചെയ്തു തുടങ്ങാം. പി ഓഫ് 1 എന്ന് പറയുന്നത് എത്രയാണ്? പി ഓഫ് 1 വരുമ്പോൾ 41 raised to 1 minus 14 raised to 1. അപ്പോൾ raised to 1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അല്ലേ? 41 minus 14 which is equal to 27 അല്ലേ? അപ്പോൾ 27 is a multiple of 27. നമുക്ക് അതിൻ്റെ ആൻസർ 27 ആണ് കിട്ടിയത്. അത് is a multiple of 27. അപ്പോൾ പി ഓഫ് 1 റെഡിയാണ് അല്ലേ? കറക്റ്റ് ആണ്. പി ഓഫ് 1 ശരിയാണ്. പി ഓഫ് 1 ശരിയാണെങ്കിൽ നമുക്ക് എഴുതാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എഴുതാം. ഇനി പി ഓഫ് കെ പ്ലസ് 1 എഴുതാം. പി ഓഫ് കെ പ്ലസ് 1ന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. 41 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 14 റേസ് ടു കെ പ്ലസ് 1. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പി ഓഫ് കെ പ്ലസ് 1 നമ്മൾ പി ഓഫ് കെയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ 41 ആദ്യം ഒരു റേസ് ടു കെ മാത്രം മതി അല്ലേ? അപ്പോൾ ഇവിടെ കെ ആണ്. പി ഓഫ് കെയിൽ റേസ് ടു കെ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കെ മാത്രം മതി. പക്ഷെ ഒരു പ്ലസ് 1 കിടപ്പുണ്ട്. അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 41 റേസ് ടു 1 എന്ന് എഴുതി, അല്ലെങ്കിൽ 41 മാത്രം എഴുതിയാലും മതി. മൈനസ് 14 റേസ് ടു കെ ഇൻറ്റു 14 റേസ് ടു 1. നമ്മൾ നേരത്തെ ചെയ്തത് കണക്ക് നമുക്ക് വേണ്ടത് 41 റേസ് ടു കെ മൈനസ് 14 റേസ് ടു കെ ആണ്. ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് പി യു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരേണ്ടത് പി ഓഫ് കെ. അപ്പോൾ ഈ 41 റേസ് ടു കെ ഇവിടെ ഉണ്ട്, 14 റേസ് ടു കെ ഇവിടെ ഉണ്ട്. ഇവിടെ 41 ആണ്, ഇവിടെയും 41 ആയിരുന്നുവെങ്കിൽ ആ 41 നമുക്ക് കോമൺ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേം കിട്ടിയേനെ അല്ലേ? അപ്പോൾ പക്ഷേ ഇവിടെ 14 ആണ്. അപ്പോൾ നമുക്ക് 41 ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ ഒരു ടേം ഇൻസേർട്ട് ചെയ്യാം. 41 റേസ് ടു കെ ഇൻറ്റു 41 മൈനസ് 14 റേസ് ടു കെ ഇൻറ്റു 41. 14 പകരം നമ്മൾ 41 കൊടുത്തു. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ടേം അല്ലേ ഇത് മൊത്തത്തിലൊരു എക്സ്ട്രാ ടേം ആണ്. അതുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്യിക്കാൻ വേണ്ടി പ്ലസ് 14 റേസ് ടു കെ ഇൻറ്റു 41. എന്നിട്ട് ഇതാ ഈ ടേം നമ്മൾ എഴുതിയില്ല, ഈ ടേം ലാസ്റ്റ് ആയിട്ട് എഴുതാം. മൈനസ് 14 റേസ് ടു കെ ഇൻറ്റു 14. ഇനി നമുക്ക് എന്തിനാണ് അങ്ങനെ കൊടുത്തത്? എന്തിനാ? ഇത് കോമൺ എടുക്കാൻ വേണ്ടി അല്ലേ? 41 നമുക്ക് ഇനി പുറത്തെടുക്കാം. നമുക്ക് അകത്ത് കിട്ടുന്നത് 41 റേസ് ടു കെ മൈനസ് 14 റേസ് ടു കെ നമുക്ക് പി ഓഫ് കെയിലേക്ക് കൊണ്ടുവന്നു. ഇനി ലാസ്റ്റ് രണ്ട് ടേംസിന്റെ എന്ത് കോമൺ എടുക്കാൻ പറ്റും? 14 റേസ് ടു കെ കോമൺ എടുക്കാം. വരുന്നത് 41 മൈനസ് 14. അപ്പൊ ഇത് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 27 ആണ്. കാര്യം എന്താ? ഇത് പി ഓഫ് കെ ആണ്. പി ഓഫ് കെ ഇസ് എ മൾട്ടിപ്പിൾ ആണ്. 41 റേസ് ടു കെ മൈനസ് 14 റേസ് ടു കെ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 27 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടേം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് 27 പ്ലസ് 14 റേസ് ടു കെ ഇൻറ്റു 41 മൈനസ് 14 എത്രയാണ്? 27 ആണ്. അപ്പോൾ രണ്ടാമത്തെ ടേം നമുക്ക് എന്ത് കിട്ടി? ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. അപ്പോൾ ആദ്യത്തെ ടേം മൾട്ടിപ്പിൾ ഓഫ് 27, ഈ ടേമും മൾട്ടിപ്പിൾ ഓഫ് 27. രണ്ട് മൾട്ടിപ്പിൾ ഓഫ് 27 ചേരുമ്പോൾ വീണ്ടും ഒരു മൾട്ടിപ്പിൾ ഓഫ് 27 ആണ് കിട്ടുന്നത്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. സോ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. സോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ. ഇതാണ് അടുത്ത പ്രിൻസിപ്പൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ പി ഓഫ് 1 എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിനിൽ കണ്ടോണക്ക് ലെസ് ദാൻ ആണ് ഇവിടെ. അപ്പൊ പി ഓഫ് 1 എന്ന് പറയുന്നത് എന്നിന് 1 കൊടുക്കുക. 2 ഇൻറ്റു 1 2 പ്ലസ് 7 ലെസ് ദാൻ 2 പ്ലസ് 7 എത്രയാണ് വരുന്നത്? 2 പ്ലസ് 7 എന്ന് പറയുന്നത് 9 ആണ് വരുന്നത് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് n പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ.
that is equal to 16 അല്ലേ. 1 3 plus n plus n പകരം 1 കൊടുത്തു. 3 plus 1 the whole square, that 4 square എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ 9 less than 16 ആണ്, ശരിയാണ് അല്ലേ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് കിട്ടി. അതിന്റെ മീനിങ് P of 1 is true. P of 1 ട്രൂ ആണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് P of k plus 1ന്റെ കാര്യം നോക്കാം. P of k plus 1 എന്ന് പറയുന്നതിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കാം. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 2n plus 7 ആയിരുന്നു. അപ്പോൾ 2 of k plus 1 plus 7. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2k, ഇപ്പൊ ലെഫ്റ്റ് സൈഡ് മാത്രമേ നോക്കുന്നുള്ളതാണ് ഈക്വൽ ടു സൈൻ ഇട്ടത്. 2k plus 2 plus 7 അല്ലെ ഇസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ 2k plus 7 ലെസ് ദാൻ എന്നറിയാം. അപ്പൊ 2k plus 7 അടുത്ത് എഴുതാം, പ്ലസ് 2 എന്ന് മാറ്റി എഴുതാം. അപ്പൊ ഈ ഇത്രയും ടേം 2k plus 7 എന്ന ടേം ലെസ് ദാൻ എന്താണ്? P of k ശരിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 2k plus 7 ലെസ് ദാൻ k plus 3 the whole square ആണ്. k plus 3 the whole square plus 2. ഈ ഒരു ടേം is equal to k plus 3 the whole square എന്ന് എക്സ്പാൻഡ് ചെയ്യാം. k square plus 6k, 3 into 2 2k, 6k plus 9 plus 2. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് k square plus 6k plus 11 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? വേണ്ട കാര്യം എന്ന് പറയുന്നത് k plus 4 the whole square കിട്ടണം. k plus 4 the whole square കാട്ടി ചെറുതാണ് നമുക്ക് കിട്ടിയ 2 of k plus 1 plus 7 എന്ന പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് നോക്കാം, ഈ k plus 4 the whole square എന്തൊക്കെയാണ് അതിന്റെ ടേംസ് എന്ന് പറയുന്നത്. അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് k square, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ, സൈഡിലേക്ക് ചെയ്ത് നോക്കിയാൽ മതി. k square plus 8k plus 16, ഇതാണ് നമുക്ക് വരേണ്ടിയിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഉള്ളത് k square ഉണ്ട്, 6k, 8kക്ക് പകരം ഒരു 6k ഉള്ളൂ, ബാക്കി ഒരു 2k വേണം. അതുപോലെ 16 പകരം ഉള്ളത് ഇവിടെ 11 ആണ്, നമുക്കൊരു 5 കൂടി വേണം. അപ്പൊ ഈ ഒരു നമ്പർ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാമല്ലോ. ആഡ് ചെയ്യാം. ഇത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്, ഇത് രണ്ടും പോസിറ്റീവ് നമ്പർ ആണ്. കാര്യം എന്താ? കെയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പൊ കെയുടെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ 2k plus 5 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ലെസ് ദാൻ k square plus 6k plus 11 plus 2k plus 5. ഈ 2k plus 5 കിട്ടിയത് മനസ്സിലായല്ലോ. k plus 4 the whole square ആണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ഇവിടെ അതിന് ആ ഒരു ടേംസ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഈ 8kയും 16ഉം ഒക്കെ വരേണ്ടിയിരുന്നു. അങ്ങനെ അതിനെ ആക്കിയെടുത്തതാണ് 8kയും 16ഉം. അപ്പൊ 2k plus 5 കൂടെ ആഡ് ചെയ്തു, ലെസ് ദാൻ സിമ്പിൾ കൊടുത്തു. ഇത് എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർഡ് ഈ ഇക്വേഷൻ ആയി. k square plus 8k plus 16 ആയി. അതെന്ന് പറയുന്നത് k plus 4 the whole square ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടി. P of k plus 1 എന്ന് പറയുന്ന 2 into k plus 1 plus 7. 2 into k plus 1 plus 7 എന്ന് പറയുന്നത് ലെസ് ദാൻ k plus 4 the whole square ആയി. അപ്പൊ P of k plus 1 ശരിയായി. P of k plus 1 ശരിയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, P of n is true for every natural number. അപ്പൊ നമ്മുടെ 24 ക്വസ്റ്റ്യൻ ഒരേപോലത്തെ ടൈപ്പ് ആണെന്ന് പറഞ്ഞു. അതിന്റെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇത് നമുക്ക് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണിത്. ആ ഒരു മെത്തേഡിൽ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തങ്ങ് പോയാൽ മതി. ആ കാൽക്കുലേഷൻ മാത്രം ചിലയിടത്തൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കാം. അപ്പൊ ഇത് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുമ്പോൾ, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിട്ട് വീഡിയോ പോസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ മാത്രം അതിന്റെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന രീതി ശ്രദ്ധിച്ചു നോക്കിയാൽ മതി.